വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. പരീക്ഷാ ക്രമക്കേടുകൾക്ക് കർശന ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിൽ പാർലമെന്റിൽ ഇന്ന് ചർച്ച. ലോക്സഭയിൽ 12 മണി മുതൽ ചർച്ച ആരംഭിക്കും. 6 മണിക്കൂർ നീളുന്ന ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി മറുപടി നൽകിയേക്കും. സ്പീക്കർ ഓം ബിർളയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷം ഇന്നും ആവശ്യപ്പെടും. രാവിലെ ഇന്ത്യ സഖ്യ യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. BJP പാർലമെന്ററി പാർട്ടി യോഗവും രാവിലെ ചേരും. നോബിൾ മാരിക്കാരനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് നോബിൾ. ഇന്നലെ പ്രതിഷേധമായിരുന്നു, ശക്തമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു. ഇന്നും അമിത്ഷാ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമുണ്ടാകും. പക്ഷേ അതിനൊപ്പം തന്നെ 6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ച, അതിൽ പ്രധാനമന്ത്രി മറുപടി പറയുന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ നിലപാടെടുക്കുക? ഗുഡ് മോർണിംഗ് ശ്രുതി, കീർത്തന. ഇന്നിപ്പോൾ പാർലമെന്റിൽ പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതുമായി ബന്ധപ്പെട്ട ബില്ല് എത്തുകയാണ്. ഇന്നലെ ബില്ല് അവതരിപ്പിച്ചു. ബില്ലിൽ ഇന്നിപ്പോൾ വിശദമായ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ 6 മണിക്കൂർ ചർച്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പ്രതിപക്ഷം ചർച്ചയോട് പൂർണ്ണമായി സഹകരിക്കും എന്നാണ് ഇപ്പോൾ വിവരമുള്ളത്. പ്രത്യേകിച്ച് ഇന്നലെ സ്പീക്കർ ഓം ബിർളയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാക്കൾ അടക്കമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ ചർച്ചയുമായി സഹകരിക്കാം എന്ന നിലപാട് അവർ പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ചർച്ച അതുകൊണ്ട് നടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ രാവിലെ എന്താണെങ്കിലും ചെറിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ 20-ാം തീയതി പാർലമെന്റ് മാർച്ചിനിടെ CJP പ്രവർത്തകർ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും എതിരെ ഉണ്ടായ അതിക്രമങ്ങൾ, പോലീസ് അതിക്രമങ്ങളിൽ കൃത്യമായി തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മാപ്പ് പറയുന്ന നിലപാട് ഇന്നും പ്രതിപക്ഷം ഉന്നയിക്കും. അതിന് ഉയർത്തിക്കൊണ്ട് 11 മണിക്ക് പ്രതിഷേധം നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ 12 മണിക്കായിരിക്കും ചർച്ചയിലേക്ക് ഏതായാലും കടക്കുക എന്നാണ് വിവരം ഉള്ളത്. 6 മണിക്കൂർ ചർച്ചയിൽ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും പ്രധാനപ്പെട്ട നേതാക്കൾ സംസാരിക്കും എന്ന് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളും ഒരുപക്ഷെ ചർച്ചയ്ക്ക് മറുപടിയായി പ്രധാനമന്ത്രി നേരിട്ട് സംസാരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് കൽപ്പിക്കപ്പെടുന്നത്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ബില്ല് ഇന്ന് ലോക്സഭയിലും നാളെ രാജ്യസഭയിലും പാസ്സാക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. 6 മണിക്കൂർ ചർച്ച എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ചർച്ച ആവശ്യമെങ്കിൽ നീട്ടാനും സ്പീക്കർ ആലോചിക്കുന്നുണ്ട് എന്ന വിവരവും പുറത്തേക്ക് വരുന്നു. അതാണെങ്കിലും ഇന്നിപ്പോൾ ചർച്ചയുമായി സഹകരിക്കാം എന്ന് പ്രതിപക്ഷം അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇന്നിപ്പോൾ രാവിലെ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം മല്ലികാർജ്ജുൻ ഖർഗെയുടെ ചേംബറിൽ നടക്കും. രാവിലത്തെ പ്രതിഷേധ പരിപാടികൾ ആ യോഗത്തിലായിരിക്കും തീരുമാനിക്കുക. ഒപ്പം BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗവും ഇന്നിപ്പോൾ ചേരുന്നുണ്ട്. 9:30 യോഗം ചേരുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. പാർലമെന്റിൽ ഇന്നിപ്പോൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ചർച്ചയിലേക്ക് വരിക. പക്ഷേ വരും ദിവസങ്ങളിൽ അയോധ്യ, അതോടൊപ്പം തന്നെ E20 പെട്രോൾ അടക്കമുള്ള വിഷയങ്ങളും കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്താൻ പ്രതിപക്ഷം ആലോചിക്കുന്നത്. അത്തരത്തിൽ ചർച്ചയിൽ കൂടി വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രുതി.